ഹായ് ഫ്രണ്ട്സ്, ഞാൻ യൂനിസ് വലിയറ ഫിഷിംഗ് കേരള ബൈ യൂനിസ് വലിയറയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ സീരീസിലെ അടുത്ത മീനിനെ, അതായത് 4ാമത്തെ മത്സ്യത്തെ പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഈ മീനിനെ കിട്ടിയത് കടലുണ്ടിപ്പുഴയിലെ വെളുത്തെടുത്ത് കടവിലാട്ടാ. അവിടെ നിന്നാണ് ഈ മീനിനെ കിട്ടിയത്. അപ്പോൾ 4ാമത്തെ മീനായിട്ട് പരിചയപ്പെടുത്തുന്ന മീൻ ഇതിലുണ്ട്. ചെറിയ മീനാട്ടാ, ഞാൻ കാണിച്ചു തരാം, പിടിച്ച് കാണിച്ചു തരാം. ഇടത്തെ കൈ ഇതുകൊണ്ട് പിടിക്കണ്ടായതുകൊണ്ട് കൈയിന് നല്ലത് കിട്ടുന്നില്ല. ഇത് പിടിച്ചാണി നമുക്ക് തൽക്കാലം വെള്ളം ഇവിടെ ഒഴിക്കല്ലോ. ഇത് ഇവിടേക്ക് ഇങ്ങനെ ഒഴിച്ച് ഇതീണ്ടിട്ട മീനെ ഇതാണോ, അതും കിട്ടുന്നില്ല. നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിക്കാം. അങ്ങനെ അവസാനം മീനിനെ ഇപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പിടിച്ചു തരാം. ഓ, നല്ല ചാട്ടം ചാണ്ടിട്ടാ. അങ്ങനെ മീനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ മീന്. ഇതാണോ, അതോ ചളിയായിട്ട് നമുക്ക് ഒന്ന് റെഡി. ഇതാണോ, ഇതാണ് ആ മീന്. ഞങ്ങളിവിടെ ഈ മീനിനെ കല്ലേരി എന്ന് വിളിക്കും. ചില സ്ഥലത്ത് ഇതിനെ കല്ലങ്കേരി, കല്ലുമിലൊട്ടി, കല്ലോട്ടി, കല്ലകരി എന്നീ പേരിലൊക്കെ ഈ മീൻ അറിയപ്പെടാറുണ്ട്. ഇവ വെള്ളത്തിൻ്റെ അടിത്തട്ടിലായിരിക്കും പ്രധാനമായിട്ട് ഇവ ഉണ്ടാവുക. ഇതല്ലേ, ഇതാണ് ആ മീന്. ഇതിനെ തിരിച്ചറിയാറുണ്ട് ഇതിൻ്റെ ഈ രൂപം തന്നെ കേട്ടാ. അതുപോലെ തന്നെ ഇതിൻ്റെ ശരീരത്തിൽ നിറയെ ചിറകുകളുണ്ടാവും. ഇത് മുകൾ ഭാഗത്ത് ഒന്നുണ്ട്, അടിയിൽ 1, 2, 3, 4, 5 ചിറകുകളുണ്ട്. പിന്നെ ഇതിൻ്റെ നിറം എന്ന് പറഞ്ഞിട്ട് ഇതാണ്, കണ്ടില്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വായ അടിഭാഗത്തായിരിക്കും. കണ്ടില്ലേ, എന്താണ്ടില്ലേ, അടിഭാഗത്താണ് ഇതിൻ്റെ വായ വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു മീനിനുണ്ട്. സാധാരണ ഈ ഒരു മുൻഭാഗത്തായിരിക്കും മീനുകൾക്കൊക്കെ വായ ഉണ്ടാവുക. എന്നാൽ ഇവക്ക് അടിഭാഗത്താണ്. ഇതിൻ്റെ ഈ മുൻഭാഗത്തെ ഒരു കട്ടിയുള്ളൊരു ഭാഗാട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മീനിനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ കണ്ണ് ചുവപ്പാണ് തോന്നുന്നു. ഇനിയിപ്പോൾ ചൂണ്ടമ്മ കിട്ടിയപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ച് ചുവപ്പായതാണെന്നറിയില്ല. അല്ല, ചുവപ്പല്ല കേട്ടാ. എന്താ, ഇവിടെ കറുപ്പനാണ്, പക്ഷേ ഇവിടെ കണ്ണ് ചുവപ്പ് വേണ്ട. അപ്പോൾ ചൂണ്ട കുടുങ്ങിയപ്പോൾ സംഭവിച്ചതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന 4ാമത്തെ മത്സ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോസുമായി കാണുന്നവരെ ബൈ ബൈ.